കർത്തൃമേശായോഗം. തങ്ങളുടെ അങ്കി കഴുകുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് ജീവവൃക്ഷത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അവകാശമുണ്ട്. അവർ പട്ടണത്തിലേക്കും പ്രവേശിക്കും. ഈ പ്രവേശനം കർത്തൃമേശയിലൂടെ ആരംഭിക്കുന്നു. രക്തം നമ്മെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അത് ദൈവത്തെങ്കിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. മഹാപുരോഹിതൻ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ന്യായപ്രമാണം പാലിക്കുവാൻ മാത്രമല്ല അവിടെ പ്രവേശിച്ചത്, അവിടെ ദൈവത്തോടു കൂടി ആയിരിക്കുവാനും മാത്രമല്ല, അതിലൂടെ ദൈവത്തിന്റെ സന്നിവേശിപ്പിക്കൽ അവൻ അവിടെ ലഭിക്കുന്നു. അപ്രകാരം കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ, തങ്ങളുടെ അങ്കി കഴുകിയവർ സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുകയും ജീവജലത്തിന്റെ ഉറവിനരികിലേക്ക് അവർ കൊണ്ടുവരപ്പെടുകയും ചെയ്യും. കർത്തൃമേശയിലേക്ക് നാം വരിക എന്നുള്ളത് അവനെ ഓർക്കുവാൻ വേണ്ടി മാത്രമല്ല, അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുവാനും വേണ്ടിയാണ്. പാനപാത്രവും അപ്പവും അവന്റെ രക്തത്തെയും അവന്റെ ശരീരത്തെയും കാണിക്കുന്നു. ഇത് അവന്റെ സർവവും ഉൾക്കൊള്ളുന്ന മരണത്തെ പ്രഖ്യാപിക്കുന്നു. ഇവിടെ നാം പാപത്തിന്റെയും സാത്താന്റെയും ലോകത്തിന്റെയും പഴയ മനുഷ്യന്റെയും ശാപത്തിന്റെ കീഴിലുള്ള എല്ലാ പഴയ സൃഷ്ടിയുടെയും അന്ത്യം നാം വിളംബരം ചെയ്യുന്നു. ഈ യോഗം അവന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും വരവിന് ഇടയിലുള്ള ഒരു പാലമാണ്. ഇതിൽ നാം പങ്കെടുക്കുമ്പോൾ നാം സാക്ഷ്യപ്പെടുത്തുന്നത് അവൻ നിവർത്തിച്ചതായ അവന്റെ പഴയ കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് അവന്റെ വരവിനായി നാം കാത്തിരിക്കുകയും ചെയ്യുന്നതിനെ നാം പ്രഖ്യാപിക്കുന്നു. ഓരോ കർത്തൃമേശ യോഗവും കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ അത്താഴത്തിന്റെ ഒരു അരങ്ങേറ്റത്തിന് മുൻപുള്ള പരിശീലനം കൂടിയാണ്. ഇത് രാജ്യത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നതും വരുവാനുള്ള മഹത്വത്തിന്റെ ഒരു മുൻരുചിയുമാണ്. കർത്തൃമേശ യോഗം വളരെ പ്രാധാന്യത്തോടെ എടുക്കുക. നമ്മുടെ അങ്കി കഴിയുന്നവരായി അതിൽ പങ്കെടുക്കുവാനായി കടന്നു വരിക. കർത്താവിനെ ആസ്വദിക്കുവാനായി കടന്നു വരിക. അവന്റെ ജയത്തെ പ്രഖ്യാപിക്കുവാനും അവന്റെ വരവിനെ കാത്തിരിക്കുവാനുമായി കടന്നു വരിക. ഈ ആഴ്ചയിൽ ഒരിക്കലുള്ള കൂടിവരവിൽ സഭ നിത്യതയെ സ്പർശിക്കുകയും ദൈവത്തിന്റെ ഹൃദയത്തിന് ആനന്ദം കൊണ്ടുവരികയും ചെയ്യുന്നു.